പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 110ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം ചെയ്ത് നമ്മുടെ ദൈവം സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ അരുൺ ബാബു ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ ലണ്ടനിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. ലണ്ടനിലുള്ള കിങ്സ്റ്റൺ എന്ന സ്ഥലത്തു നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. ലണ്ടനിലുള്ള IPC ലണ്ടൻ ചർച്ച് ഹൂൺസ്ലോ എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ ഇടയിൽ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിന്റെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊടുക്കുന്നു. പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളോട് കൂടെ വീണ്ടും കർത്താവിനെ ഉയർത്താൻ, കർത്താവിനെ പ്രസംഗിക്കാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാല മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന സിജി സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഡെന്നിസ് ബ്രദറിനെ വീണ്ടും കാണാൻ ദൈവം സഹായിച്ചല്ലോ. അദ്ദേഹത്തിനെ ഓർത്ത് സ്തോത്രം. മോൾ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോളെ, പിന്നെ പ്രിയ അമ്മച്ചി, എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മകൾക്ക് കർത്താവ് ഇതുവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം ധാരാളമായി അവരെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 59ാമത്തെ മീറ്റിങ്ങിലാണ് ഞാൻ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ചത്. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് അടുത്ത മാസം ആകുമ്പോഴേക്ക് ഏകദേശം 1 വർഷമാവും. അപ്പോൾ 11 മാസം. ശരിയാ, 59ാമത്തെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അതിനുശേഷം പല മീറ്റിങ്ങുകളിലും ഭാഗികമായിട്ടാണെങ്കിലും എനിക്കും പങ്കെടുക്കാൻ ദൈവം കൃപ തന്നു. ഈ 110ാമത്തെ ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെ മധ്യ കർത്താവിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ വരാൻ ദൈവം ഭാഗ്യം തന്നു. പ്രിയ സഹോദരി എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ദൈവം പുതിയ വഴികളെയൊക്കെ ഒരുക്കി. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ ബിജുബ്രദനായി സ്തോത്രം. ദൈവം ധാരാളമായി അദ്ദേഹത്തെ വീണ്ടും ഉപയോഗിക്കട്ടെ, കുടുംബമായ കർത്താവ് മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ഇന്ന് പങ്കെടുക്കുന്ന മറ്റ് ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവിൽ ഞാൻ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഓർക്കണമേ എന്ന് ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പല സ്ഥലങ്ങളിലാണല്ലോ. നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 10 മണി ആയിട്ടുണ്ടാവില്ലേ? 9:30 കഴിഞ്ഞിട്ടുണ്ടാവും. 9:30 കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കിവിടെ നല്ല വെളിച്ചമാണ്, അവിടെ ഇരുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ക്രിസ്തുവിൽ നമ്മളെല്ലാവരും തേജസ്സുള്ളവരാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെല്ലാവരും സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. ഈ മീറ്റിങ്ങിനെ പറ്റി പ്രിയ കർത്താവിന്റെ ദാസിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും വചനമൊക്കെ ധ്യാനിക്കാനൊക്കെ ദൈവം കൃപ തന്നു. എൻ്റെ മനസ്സിലേക്ക് ദൈവം തന്നൊരു ചിന്ത നിങ്ങളോടൊന്ന് പങ്കുവെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ നമ്മൾ അങ്ങനെ കേട്ടു പരിചയമില്ലാത്ത, എന്നാൽ കേട്ടിരിക്കാൻ സാധ്യതയുമുള്ളൊരു വിഷയം തന്നെയാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് വരുന്നത്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ. അതിന് ആധാരമായി നമുക്ക് വേദപുസ്തകം തുറക്കാം. പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പ്രാർത്ഥനയോടെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാലും. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട്
തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾക്കായി നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മള് ഇതൊരു ഓൺലൈൻ ഡിവൈസിലാണല്ലോ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ ആയിരുന്നാലും ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും ഒന്നും മടിക്കരുത്. കാരണം ഇത് ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയമാണ്, സ്ഥലമാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനഭാഗത്തിലേക്ക് വരാം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതകളെ പറ്റി ധന്യനായ പൗലോസ്ലീഹ 9-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടു. 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രത്യക്ഷതകളെ പറ്റിയാണ് പൗലോസ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 24-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്നു എന്നതിനെ പറ്റി പറയുമ്പോൾ, 26-ാമത്തെ വാക്യത്തിൽ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് പറയുന്നു. 28-ാമത്തെ വാക്യത്തിൽ വീണ്ടും പൗലോസ് പറയുന്നു, താമസം വിന ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷനാകും. അപ്പോ ഒരിക്കൽ പ്രത്യക്ഷനായ ക്രിസ്തു, ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തു, നാളെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യക്ഷനാകാൻ പോകുന്ന ക്രിസ്തു. അങ്ങനെ 3 വിധത്തിലുള്ള യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകളെ പറ്റിയാണ് ഈ വാക്യങ്ങളിൽ പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നത്. അത് 3 ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനതിൽ 2-ാമത്തെ ഭാഗം മാത്രം, 26-ാമത്തെ വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ എന്ന വിഷയത്തിൽ ആദ്യത്തെ പ്രത്യക്ഷത, യേശു ക്രിസ്തു എന്തിന് ഭൂമിയിൽ പ്രത്യക്ഷനായി എന്ന വിഷയത്തെയാണ് നമ്മൾ ഈ സമയത്തിനുള്ളിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുന്നോടിയായി ഞാൻ എബ്രായ ലേഖനത്തിന്റെ ഒരു ആമുഖമായി നിങ്ങളുടെ മുമ്പിലേക്ക് ചില ആശയങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എബ്രായ ലേഖനം വായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ലേഖനത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യഹൂദ ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് തന്റെ തൂലികയിൽ പിറന്നു വീണ് അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശങ്ങളെല്ലാം ക്രിസ്തുവിൽ നിവൃത്തിയായിരിക്കുന്നത് കൊണ്ട് പഴയ നിയമ കർമാചാരങ്ങൾക്ക് ഇനി പ്രസക്തി ഇല്ലെന്ന് യഹൂദ ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്താനും, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ചിലർ പഴയ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക്, വിശ്വാസത്തിലേക്ക്, കർമാചാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്ന കാര്യത്തെ പൗലോസ് അറിഞ്ഞപ്പോൾ അതിനെ മുന്നറിയിപ്പ് നൽകി തടയാനും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ എല്ലായിടത്തുമുള്ള വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്താനുമായി പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ രചിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ ഓരോ അധ്യായങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ പലതരത്തിലുള്ള പ്രത്യേകതകൾ ഓരോ അധ്യായങ്ങളിലും കണ്ടെത്താനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്ന വിഷയത്തെപ്പറ്റി പൗലോസ് അവതരിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത്ര വലിയ രക്ഷ എന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം പറയുകയാണ്. 3-ാം അധ്യായത്തിൽ ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം പറയുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠനാണെന്ന്, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠനാണെന്ന്, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിജ്ഞാന പൂർത്തിയിലേക്കുള്ള പുരോഗതി എന്ന വിഷയത്തെപ്പറ്റി പൗലോസ് സംസാരിക്കുന്നു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം എന്ന വിഷയത്തെപ്പറ്റി, മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തെക്കാളും ക്രിസ്തുവിന്റെ പൗരോഹിത്യം ശ്രേഷ്ഠമാണെന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു വരുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തുവിനെ പറ്റി പൗലോസ് പറയുകയാണ്. 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സമാഗമന കൂടാരവും ശുശ്രൂഷകളും എന്ന വിഷയത്തെ ആരംഭ ഭാഗത്ത് പറഞ്ഞിട്ട് മരണത്താൽ ഉറപ്പാക്കപ്പെട്ട ഒരു പുതിയ നിയമത്തിന്റെ ഉടമസ്ഥതയിലാണ് ഞാനും നിങ്ങളും എന്ന അതിമഹത്വകരമായ പ്രത്യാശയുടെ വിഷയത്തിലേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ടെത്തുകയാണ്. ചുരുക്കം പറഞ്ഞാൽ എബ്രായ ലേഖനത്തിലെ ഓരോ അധ്യായങ്ങളിലൂടെ പ്രാർത്ഥനാപൂർവം സഞ്ചരിക്കുന്ന ദൈവമക്കൾക്ക് നമ്മുടെ ദൈവമായ യേശുക്രിസ്തു എത്രത്തോളം ഉന്നതനാണെന്നും എത്രത്തോളം മഹത്വവാനാണെന്നും സകല ആരാധനകൾക്കും പുകഴ്ചകൾക്കും യോഗ്യനാണ് നാം ആരാധിക്കുന്ന ക്രിസ്തു എന്ന ഉത്തമ ബോധ്യവും തികഞ്ഞ വെളിപ്പാട് നൽകി അവരെ ക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് വളർത്താൻ ദൈവത്തിന്റെ അഭിഷേകത്തിലൂടെ ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വാചകങ്ങൾക്കായി, ലേഖനത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
അപ്പോ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു 3 വിധ പ്രത്യക്ഷതകളെ പറ്റി പൗലോസ് പറയുകയാണ്. അതിലൊന്ന് യേശുക്രിസ്തു മുൻപ് പ്രത്യക്ഷനായി, 2 ഇപ്പോൾ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു, ഇനി മൂന്നാമത്തേത് കാലതാമസം കൂടാതെ പ്രത്യക്ഷനാകും. ഭൂതകാലത്ത്, വർത്തമാനകാലത്ത്, ഭാവി കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി, ഭൂതകാലത്ത് സംഭവിച്ചത്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് 26-ാമത്തെ വാക്യത്തിൽ നിന്ന് യേശു ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. ഇന്നത്തെ എന്റെ സന്ദേശത്തിന്റെ തലക്കെട്ടായി ഞാൻ ഇങ്ങനെ പറയാം, യേശു ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. ഇതൊരു കഴിഞ്ഞകാല സംഭവമാണ്. ഇതൊരു കഴിഞ്ഞകാല സംഭവമാണ്. എന്തിനാ യേശു ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായത്? അതറിയണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷനാകുന്നു. അത് ക്രിസ്തുവിന്റെ കന്യകാജനനത്തെയാണ് കാണിക്കുന്നത്. അതൊരു ഭൂതകാല സംഭവമാണ്, കഴിഞ്ഞ നാളിൽ സംഭവിച്ച കാര്യമാണ്. ഇനി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, ഇനി ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷത. കേവലം 33.5 വർഷത്തേക്ക് മാത്രമായിരുന്നു ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷത ഉണ്ടായിരുന്നത്. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിലൂടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിവർത്തിക്കപ്പെട്ടത്. യേശു ക്രിസ്തു പ്രത്യക്ഷനായതിലൂടെ നിവർത്തിക്കപ്പെട്ട 3 പ്രധാന കാര്യങ്ങൾ. ആ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് രാത്രി വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷതയിലൂടെ നിവർത്തീകരിക്കപ്പെട്ട ഒന്നാമത്തെ സംഭവം അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവചന നിവൃത്തിക്കായിട്ടാണ് ക്രിസ്തു പ്രത്യക്ഷനായത്. പ്രവചന നിവൃത്തിക്കായി ക്രിസ്തു പ്രത്യക്ഷനാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശു ക്രിസ്തു ഭൂമിയിൽ വരണമെന്ന് പഴയ നിയമത്തിൽ മാത്രം 300-ലധികം പ്രവചനങ്ങളുണ്ട്. പഴയ നിയമത്തിൽ മാത്രം 300-ലധികം പ്രവചനങ്ങളുണ്ട്. ആ ഓരോ പ്രവചനങ്ങളും നിവർത്തിക്കേണ്ടതിനാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ ഒരു നിഴലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ നിഴലായി ചിത്രീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടെത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. അവിടെ എങ്ങനെയാ പൗലോസ് പറയുന്നത്? ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അതായത് പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടായി, അടിക്കപ്പെട്ട പാറയായി, യാഗങ്ങളായി, ഇടയനായി, മണവാളനായി, രാജാവായി, പ്രവാചകനായി, മഹാപുരോഹിതനായി, ഇങ്ങനെ 39 പുസ്തകങ്ങളിൽ ഭാഗം ഭാഗമായിട്ടും യാഗമൃഗമായി, യഹോവയുടെ പെട്ടകമായി, മോറിയ മലയിലെ കോലാട്ടുകൊറ്റനായി, ഇങ്ങനെ ഓരോ സംഭവങ്ങളിലൂടെ വിവിധമായിട്ടും യേശുവിനെ പറ്റി പഴയ നിയമ പ്രവചനങ്ങൾ നിലനിൽക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആശയം അല്പം കൂടെ വേഗത്തിൽ നിങ്ങൾക്ക് പിടികിട്ടും. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്, മഹാപാപ പരിഹാര ദിവസം. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാപാപ പരിഹാര ദിവസം ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പെട്ടതൊന്നാണ് മഹാപാപ പരിഹാര ദിവസം. അവർക്ക് പെസഹായുണ്ട്. പെസഹ പോലെ തന്നെ അവർ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കണ്ടിരുന്നതും അവർ ഏറ്റവും അധികം ദൈവത്തിൽ ആശ്രയിക്കുകയും വിശുദ്ധിയോടെ അനുഷ്ഠിക്കുകയും ചെയ്ത ഒന്നായിരുന്നു മഹാപാപ പരിഹാര ദിവസം എന്ന ആ പ്രത്യേക ദിവസത്തിലെ ചടങ്ങ്. ആ പ്രത്യേക ദിവസത്തിലെ ചടങ്ങ് ഇങ്ങനെയാ വരുന്നത്. ഒരു വർഷം മുഴുവനും ഇസ്രായേൽ മക്കൾ ചെയ്ത സകല പാപത്തിന്റെയും പൂർത്തീകരണം അല്ലെങ്കിൽ സകല പാപത്തിൽ നിന്നും അവരെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് മഹാപാപ പരിഹാര ദിവസം എന്നുള്ളത്. അന്നത്തെ ശുശ്രൂഷകൾക്കായി ഒരു പുരോഹിതനെ അവർ നിയോഗിക്കുകയാണ്. ചീട്ടിട്ട് ഒരു പുരോഹിതനെ അവർ തിരഞ്ഞെടുക്കുകയാണ്. ഈ പുരോഹിതൻ എന്താ ചെയ്യുന്നത്? ഈ ശുശ്രൂഷ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പേ തന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക മുറിയിലേക്ക് താമസം മാറുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, അദ്ദേഹത്തിന്റെ ആഹാരം, അദ്ദേഹത്തിന്റെ ജീവിതചര്യകൾ മുഴുവനും ഈ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം ക്രമീകരിക്കുകയാണ്. തന്റെ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ തന്റെ ചിന്തകൾ കൊണ്ടോ നിരൂപണങ്ങൾ കൊണ്ടോ ഒരു തരത്തിലും അശുദ്ധിയുടെ ഒരു
കണിക പോലും തന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അത്രയും വിശുദ്ധിയോടെ വേണം ആ പുരോഹിതൻ അന്നത്തെ ദിവസം യഹോവയുടെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം വിശുദ്ധിയോടെ നടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയാണ്, അല്ലെങ്കിൽ ഒരു ആത്മതപനമാണ്, ഉപവാസമാണ് മഹാപാപ പരിഹാര ദിവസം എന്ന അന്നത്തെ ദിവസം. അന്നത്തെ ശുശ്രൂഷകൾ എങ്ങനെയാണ്? എല്ലാ ദിവസവും നടക്കുന്നത് പോലെ പതിവ് യാഗങ്ങൾ അവിടെ നടക്കും. അപ്പോൾ തന്നെ നിയോഗിക്കപ്പെട്ട ഈ പുരോഹിതനുണ്ടല്ലോ, അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം വില കൊടുത്ത് ഒരു കാളക്കിടാവിനെ വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു കാളക്കിടാവിനെ വാങ്ങിക്കും. ഈ കാളക്കിടാവിനെയും കൊണ്ട് യഹോവയുടെ സമാഗമന കൂടാരത്തിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് അദ്ദേഹം അതിനെ അറുത്ത് അതിന്റെ രക്തത്താൽ ഈ പുരോഹിതൻ, ഈ മഹാപുരോഹിതൻ തനിക്കും തന്റെ കുടുംബത്തിനും പാപശുദ്ധി വരുത്തുകയാണ്. അതിനുശേഷം ചെയ്തത്, ഇസ്രായേൽ സഭ മുഴുവനും പണം കൊടുത്ത് അവര് വിലയ്ക്ക് വാങ്ങിയ 2 ആട്ടുകൊറ്റന്മാരുമായി ഈ ആലയത്തിലേക്ക് വരികയാണ്. അന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട മറ്റ് പുരോഹിതന്മാർ ഇവരെല്ലാവരും ജനത്തിന്റെ മേലിൽ കൈനീട്ടി അവരെ അനുഗ്രഹിച്ചിട്ട് മുഴുസഭയും ഈ പുരോഹിതന്മാരും ചെയ്യുന്ന കാര്യം 2 ചീട്ടുണ്ടാക്കും. ആ 2 ചീട്ടിൽ അവർ എഴുതുന്നത്, ഒന്ന് യഹോവയ്ക്ക് വേണ്ടിയുള്ളതെന്നും മറ്റൊന്ന് അസസ്സേലിന് വേണ്ടിയുള്ളതെന്നും 2 ചീട്ട് എഴുതുകയാണ്. ഇങ്ങനെ അവർ ആ ചീട്ട് എഴുതി ഒരു പാത്രത്തിൽ വെക്കുന്നു. ഈ 2 ആടുകളെ കൊണ്ടുവന്നതിൽ ഒരാടിനെ അവർ മുന്നോട്ട് നിർത്തിയിട്ട് ഈ 2 ചീട്ടിൽ നിന്ന് ഒരു ചീട്ടെടുക്കുകയാണ്. ആ എടുക്കുന്ന ചീട്ടിൽ അവർ കാണുന്നത് യഹോവയ്ക്ക് വേണ്ടിയുള്ള ആട്ടുകുട്ടൻ എന്നാണെങ്കിൽ ആ കൊണ്ടുവന്നിരിക്കുന്ന 1ാമത്തെ ആടിനെ അവർ മാറ്റി നിർത്തുകയാണ്. 2ാമത്തെ ആട് അസസ്സേലിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആടാണ്. ഈ അസസ്സേൽ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വീണുപോയ ഒരു പറ്റം ദൂതന്മാരുടെ കാര്യം പറയുന്നുണ്ട്. ദൈവത്തിന്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രന്മാരെ അവർ പാപം ചെയ്യുന്ന അവരുടെ വായിക്കുന്നുണ്ടല്ലോ. ഇസ്രായേൽ വിശ്വസിക്കുന്നത് ഈ അന്നത്തെ സംഭവത്തിൽ, അതായത് ഒരു പറ്റം അശുദ്ധ ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരിവിടെ പാപത്തിന്റെ വല്ലാത്ത പ്രക്രിയകൾ നടത്തുകയാണ്. എന്ന് വെച്ചാൽ അവരെ മുഴുവനും പാപത്തിലേക്ക് കൊണ്ടുപോയത് അസസ്സേൽ എന്ന ഈ വീണുപോയ ദൂതന്റെ കൂട്ടത്തിലുള്ള ഒരു പറ്റം ദൂതന്മാരാണ്. അവരുടെ നേതാവായിട്ടാണ് അസസ്സേലിനെ അവർ കണക്കാക്കുക. ഇങ്ങനെ ഈ ഇസ്രായേൽ സഭ മുഴുവനും ആ 2ാമത്തെ ആടിന് മേലിലേക്ക് കരനീട്ടിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാ: ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവനും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപത്തിന്റെയും ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞ് അവരുടെ മുഴുവൻ പാപവും ഈ 2ാമത്തെ ആടിന് മേലിലേക്ക് അവർ ചുമത്തുകയാണ്. അവർ വിശ്വസിക്കുന്നത് അവർ ചെയ്ത സകല പാപവും ഈ ആടിന്റെ മേൽ ചുമത്തപ്പെടുന്നു. ഇങ്ങനെ ഈ ആടിന് മേൽ ചുമത്തപ്പെട്ടിട്ട് നിയോഗിതനായ ഒരു മനുഷ്യൻ ഈ ആടിനെയും കൊണ്ട് പാളയത്തിന്റെ പുറത്തേക്ക് പോകുകയാണ്. ഈ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യൻ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായിരിക്കണം, അവനൊരു പുരോഹിതനായിരിക്കണം. അങ്ങനെ ഈ പാളയത്തിന്റെ പുറത്തേക്ക് ഈ ആടിനെ കൊണ്ടുപോകുന്ന മനുഷ്യൻ ഈ ആടിനെ തൊട്ടത് മൂലം അവൻ അശുദ്ധനായി മാറുകയാണ്. ഇങ്ങനെ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി ഈ ആടിനെ ഇവർ മരുഭൂമിയിലേക്ക് തുറന്നു വിടുക. മരുഭൂമിയിലേക്ക് ഈ ആട് എത്തിയെന്ന് കണ്ടാൽ ഇവിടെ പാളയത്തിന്റെ അകത്ത് ദൈവാലയത്തിന്റെ മുമ്പിൽ അന്നത്തെ ദിവസത്തേക്കുള്ള പ്രധാനപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ആ ശ്രദ്ധയെ ആ മരുഭൂമിയിലേക്ക് പോയ ആടിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, ഈ ആട് മരുഭൂമിയിലേക്ക് പോയി എന്നവർക്ക് ഉറപ്പ് വരികയാണ്. ഇത് ചാകുന്നോ ജീവിക്കുന്നോ എന്ന് ഇവരാരും ചിന്തിക്കാറില്ല. അത് ചത്താലും ജീവിച്ചാലും ഇവരെ സംബന്ധിച്ച് യാതൊരു കുഴപ്പവുമില്ല. പഴയ നിയമത്തിൽ ഇങ്ങനെ മരുഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആടിനെ ഇസ്രായേലിൽ നന്നായിട്ട് അറിയാം. ഇത് പഴയ നിയമത്തിൽ ഒരു നിഴലായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ എന്താ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപം? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയത് ഇങ്ങനായിരുന്നു. യോർദാന്റെ കരയിൽ യോഹന്നാൻ സ്നാപകൻ മാനസാന്തരം സുവിശേഷിക്കുമ്പോൾ സകല ആൾക്കാരെ നോക്കി നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ മരുഭൂമിയിലൂടെ നടന്നു വരുന്ന ക്രിസ്തുവിനെ യോഹന്നാൻ കാണുകയാണ്. നിൽക്കുന്ന സകല ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ആ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ പോകുന്നയാളെ നിങ്ങൾ കണ്ടോ? അതാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അർത്ഥാൽ പഴയ നിയമത്തിൽ മരുഭൂമിയിലേക്ക് പാപം പേറി പോകുന്ന ആടിനെ ഇസ്രായേലിന് അറിയാമെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപമായി നമ്മുടെ അരുമനാഥനായ കർത്താവിനെ പരസ്യമായി കാണിക്കാൻ പിതാവിന് തിരിഹിതമുണ്ടായെങ്കിൽ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങളുടെ നിവർത്തിക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായത്. ഇന്ന് രാത്രി ഞാൻ ഒരു ആത്മീക ദൂത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ദൈവം കാലാകാലങ്ങളായി നമ്മളോട്, നമ്മുടെ കുടുംബങ്ങളോട്, തലമുറകളോട്, ശുശ്രൂഷയോട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ, പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും ദൈവം അതിന്മേൽ വിശ്വസ്തയോടെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
സ്തോത്രം. അപ്പോ പഴയ നിയമത്തിൽ കർത്താവിനെ എപ്പോഴും കണ്ടിരുന്നത് നിഴലായിട്ടായിരുന്നു. ആ നിഴലിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിലൂടെ സാധ്യമായ ഒന്നാമത്തെ കാര്യം തന്നെ കുറിച്ച് പറഞ്ഞിരുന്ന എല്ലാ പ്രവചനങ്ങൾക്കും നിവർത്തി വരിക എന്നുള്ളത് തന്നെയായിരുന്നു. നിവർത്തി വരിക എന്നുള്ളത് തന്നെയായിരുന്നു. ഇനി അതിപ്രധാനമായ മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിലൂടെ സാധ്യമായ രണ്ടാമത്തെ കാര്യം എന്താ? അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം നൽകുന്നതെന്ന്. അത് സമ്പൂർണ്ണ പാപപരിഹാരത്തിനായി ക്രിസ്തു പ്രത്യക്ഷനായി. സമ്പൂർണ്ണ പാപപരിഹാരത്തിനായി ക്രിസ്തു പ്രത്യക്ഷനായി. സ്തോത്രം. യേശു ഒരിക്കൽ പ്രത്യക്ഷനായി എന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമായിരുന്നു സമ്പൂർണ്ണ പാപപരിഹാരം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പാപപരിഹാരം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരിക്കലും പൂർണ്ണമായിരുന്നില്ല. എബ്രായ ലേഖനം നിങ്ങൾ നോക്കിക്കോ, 10-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ. 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ന്യായപ്രമാണം വരാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. 4-ാം വാക്യം കണ്ടോ? ആടുകളുടെയും കാളകളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. 1 തീമോഥെയോസിന്റെ ലേഖനം 1:5 ഇങ്ങനെ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവോ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയാണ്. അർത്ഥാൽ പഴയ നിയമ ന്യായപ്രമാണം, പഴയ നിയമ കർമാചാരങ്ങൾ, പഴയ നിയമത്തിലെ പുണ്യപ്രവർത്തികളൊന്നും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നില്ല. ന്യായപ്രമാണം ഒരിക്കലും മനുഷ്യനെ വിശുദ്ധീകരിച്ചിരുന്നില്ല. ന്യായപ്രമാണം എപ്പോഴും നമ്മെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമ്മെ കുറ്റം വിധിച്ചിരുന്ന, നമ്മെ അടിമച്ചങ്ങലയിൽ കുടുക്കിയ, നമ്മെ പാപം എന്ന യജമാനന്റെ കീഴിൽ ഒതുക്കിക്കളഞ്ഞ ആ ന്യായപ്രമാണത്തിൽ നിന്ന് ആത്യന്തികമായ ഒരു ജയം തരാൻ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി എന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അപ്പോ ഈ പാപം എന്ന വിഷയത്തെ വേദപുസ്തകം വളരെ വിശദമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പാപം എന്ന വിഷയത്തെ വളരെ വളരെ കൃത്യമായി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം പാപത്തെ എങ്ങനെയാ കാണുന്നത്? ദൈവം പാപത്തെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. 1-2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും, നിങ്ങൾക്കത് മനസ്സിലാകും. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താ? പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരണം. 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ നോക്കിക്കേ. അവിടെ ഇങ്ങനെയാണ് പ്രവാചകൻ പറയുന്നത്, യഹൂദായുടെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഈ ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാര്യം എന്താ? അതറിയണമെങ്കിൽ ഇയ്യോബിനോട് ചോദിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 19:24 ഇയ്യോബ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇയ്യോബ് പറയുക, എന്റെ പാപത്തെ ഇരുമ്പഴുത്താണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോ എന്തുകൊണ്ടാ ഇരുമ്പഴുത്താണി കൊണ്ട് വജ്രത്തിന്റെ മുന കൊണ്ട് പാപത്തെ ദൈവം എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം? ഇങ്ങനെ ഞാൻ പറയാം, ഒരിക്കലും നശിപ്പിക്കാത്ത രീതിയിൽ, ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ വ്യക്തമായിരുന്നു നമ്മുടെ മേൽ എഴുതപ്പെട്ട പാപം. ഹലോ, ഒരു മനുഷ്യനെ കൊണ്ടും മായ്ക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു നിയമസംഹിതകളെ കൊണ്ട് തിരുത്താൻ കഴിയാത്ത രീതിയിൽ, ഒരു പുണ്യപ്രവൃത്തികളാലും തേച്ചു മായ്ച്ച് കളയാൻ കഴിയാത്ത രീതിയിൽ വ്യക്തമായിരുന്നു നമ്മുടെ മേൽ എഴുതപ്പെട്ട പാപം. ഹല്ലേലൂയ. ഈ 90-ാം സങ്കീർത്തനം എഴുതിയത് മോശയല്ലേ? മോശ. 90-ാം സങ്കീർത്തനത്തിന് 8-ാം വാക്യം നിങ്ങൾക്ക് അറിയാം. മോശ ഇങ്ങനെ പറയുന്നത്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്യത്തിൽ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഈ 90-ാം സങ്കീർത്തനം മോശയല്ലേ എഴുതിയത്? മോശയാണല്ലോ ഇതിങ്ങനെ പറഞ്ഞത്. ഈ മോശയെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, മോശയ്ക്കൊക്കെ പാപബോധം ഉണ്ടാകാന്ന് പറയുന്നത് ഒരല്പം അവിശ്വസനീയമായ കാര്യമാണ്. മോശയെ പോലെ ഒരു മനുഷ്യന് പാപബോധം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാര്യം എന്താണെന്നറിയാമോ? പഴയ നിയമ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല, ഉലക ചരിത്രത്തിൽ യഹോവയായ ദൈവവുമായി ഇത്രമാത്രം അടുത്തിടപെട്ടിട്ടുള്ള വേറൊരു മനുഷ്യനില്ല. പഴയ നിയമത്തിൽ ഏറ്റവും ദൈവത്തോട് അടുത്ത് നിന്നൊരു മനുഷ്യനാണ് മോശ.
അത് മാത്രമല്ല, ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തൊരു മനുഷ്യനാ മോശ. ആ മോശയ്ക്ക് പാപബോധം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ മോശയും യഹോവയായ ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒരു 3 ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മോശയ്ക്ക് പാപബോധം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം. മോശയ്ക്ക് പാപബോധം ഉണ്ടായത് തന്നെ വലിയ കാര്യമാണ്. ദൈവവും മോശയും തമ്മിലുള്ള ബന്ധം ഞാനൊരു 3 ഉദാഹരണത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം നിങ്ങൾക്കറിയാം, 14-ാം അധ്യായം. 14-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. അവിടെ യഹോവയായ ദൈവം മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. അങ്ങനെ പുറത്തു കൊണ്ടുവന്ന് നീട്ടിയ ഭുജം കൊണ്ട് യഹോവയായ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. മിസ്രൈമിന്റെ 10 ദൈവങ്ങളെ 10 ബാധകളായി യഹോവയായ ദൈവം ന്യായം വിധിച്ചു. ഫറവോന്റെ ശക്തികളെ തകർത്തു. തന്റെ ജനത്തെ ദീർഘമായ 400 വർഷത്തെ അടിമച്ചങ്ങലയിൽ നിന്ന് ദൈവം പുറത്തെടുക്കുകയാണ്. അങ്ങനെ അവർ മോശയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നടന്നു വരുമ്പോ ചെങ്കടലിന്റെ തീരത്തേക്ക് വരിക. ചെങ്കടലിന്റെ തീരത്ത് വന്ന് ഇവരവിടെ നിൽക്കുന്ന നേരം എല്ലാ കൂട്ടായ്മയിലും എല്ലാ കൂട്ടത്തിലും ഉള്ളതുപോലെ അന്നും ഈ പിറുവിറുക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അത് മോശയുടെ കാലത്തുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പൊ മോശ ഇവരെയും കൊണ്ട് വന്നു നിന്നത് ചെങ്കടൽ തീരത്താ. ഈ ആശമാരൊക്കെ നോക്കിയപ്പോ മുമ്പിൽ ചെങ്കടൽ, ഇരുവശത്തും വലിയ മതില്, വലിയ പർവ്വതം. പുറകോട്ട് നോക്കിയപ്പോൾ അവരെ പിടിക്കാനായി വരുന്ന ഫറവോന്റെ സൈന്യം, ഫറവോനെയും അവന്റെ സൈന്യത്തെയും കാണുക. സ്തോത്രം. ഇവരെന്താ ചെയ്തത് നിങ്ങൾക്കറിയാം. ഇവരെന്ത് ചെയ്തു? മോശക്കെതിരെ പിറുപിറുത്തു. ഇവരെല്ലാം മോശക്കെതിരെ പിറുപിറുത്തു. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങൾ അവിടെ കഴിഞ്ഞ ഞങ്ങളുടെ നല്ല കാലങ്ങളെ ഓർക്കുന്നു. ഇത്തരത്തിൽ ഒരു വലിയ അധോഗതിയിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു എന്ന് വേണ്ട പറയാത്ത പള്ളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. മോശ ഇത് മുഴുവനും മിണ്ടാന്ന് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. ഒരു വാക്ക് പോലും പറയാതെ ആ ദൈവത്തിന്റെ ദാസൻ അവർ പറയുന്നത് മുഴുവനും മിണ്ടാന്ന് കേട്ടു. ഇവരെല്ലാവരും നോക്കുമ്പോൾ ഇങ്ങനെ അരങ്ങാപ്പാറ പോലെ നിൽക്കുന്ന മോശയെ അവർ കാണുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തോട് നിലവിളിക്കുന്ന മോശയെ അവർക്ക് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് ചിലരുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക: മനുഷ്യർ നിന്റെ പുറമെ ഉള്ളത് നോക്കി വിധി പറയുമ്പോൾ നിന്റെ ഉള്ളിനെ അറിയുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഇന്ന് രാത്രിയിലും ഉണ്ട് കേട്ടോ. ആ ദൈവത്തിനറിയാം നിങ്ങൾ നീറുന്ന വേദന എന്താണെന്ന്. ആ ദൈവത്തിനറിയാം കണ്ണുനീരിന്റെ ആഴം എന്താണെന്ന്. പുറമെയുള്ളത് മനുഷ്യർ നോക്കട്ടെ, ആകമറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ യഹോവയായ ദൈവം മുഖത്തെ അല്ല നോക്കുന്നത്, അവൻ എന്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന അത്യുന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. മോശ അവിടെ പ്രതികരിച്ചില്ല. മോശ ഒന്നും പറയാൻ പോയില്ല. മോശ ദൈവത്തോട് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു കാണും: എന്റെ ദൈവമേ, ഇവര് പറയുന്ന ഈ നിന്ദാവാക്കുകൾ നീ കേൾക്കുന്നില്ലേ? ഈ കുത്തുവാക്കുകൾ നീ കേൾക്കുന്നില്ലേ? ഇതിനു വേണ്ടിയാണോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? മോശയോടെ യഹോവയായ ദൈവം പറഞ്ഞിരിക്കാം ഇങ്ങനെ: മോശേ, നീ അവരുടെ വാക്ക് കേട്ട് പതറിപ്പോകരുത്. നിന്നോട് മുന്നോട്ട് പോകാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന ഈ അധികാരത്തിന്റെ വടി നീ ചെങ്കടലിന് നേരെ നീട്ടിക്കോ. അവിടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? സകല ഇസ്രായേലും നോക്കുമ്പോൾ മോശ ഒരു ഉണങ്ങിയ വടി മാത്രമേ നീട്ടിയത് അവർ കണ്ടുള്ളൂ. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് കാണാത്തതും മോശയ്ക്ക് മാത്രം കാണാൻ കഴിയുന്നതുമായ മറ്റൊരു കാര്യം അവിടെ നടന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63 ഇങ്ങനെ പറയുകയാണ്: ദൈവം തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ കരത്തിന്റെ മേലിൽ ഉയർത്തിയത് കൊണ്ട് അവന്റെ മുമ്പിൽ നിന്നിരുന്ന പ്രതിസന്ധിയെ എന്റെ ദൈവം വഴിമാറ്റി തന്റെ ജനത്തിന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളെ തുറന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനൊരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാം: ചരിത്രത്തിൽ തനിക്ക് മുമ്പോ തനിക്ക് ശേഷമോ ഒരു മനുഷ്യനാലും ചെയ്തിട്ടില്ലാത്ത അസാധാരണമായൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കിയ ഒരു അഭിഷേകത്തിനെ എന്റെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ ദോഷത്തിന് പകരം ദോഷം, ശകാരത്തിന് പകരം ശകാരം ചെയ്യേണ്ട ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന തന്റെ ഭക്തന് വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി ചെയ്യാൻ നാം ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ദൈവമക്കൾ അധരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയുക: എന്നെ കുറിച്ച് ഉത്തരവാദിത്തമുള്ള അഖിലാണ്ടത്തിന്റെ ദൈവമായ യഹോവ അവൻ എന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകില്ല. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ
ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ആത്മനിർവിൽ കർത്താവിന് സ്തോത്രം ചെയ്തു. ആമേൻ. കൂരിരുളുടെ താഴ്വേലിലൂടെ ഞാൻ കടന്നു പോയാലും ഞാൻ ഒരു അനർത്ഥം ഭയപ്പെടത്തില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നു. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്നെ വഴിയിൽ തള്ളിക്കളയാത്ത, നിരൂപകരുടെ നിരൂപണങ്ങൾക്ക് മുമ്പിൽ വിട്ടുകൊടുക്കാത്ത, തന്റെ ഭക്തന്റെ തലയെ ഉയർത്തുന്ന ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചെങ്കടലിന്റെ തീരത്ത് തനിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന, തനിക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്റെ ദൈവം മോശയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തുക. രണ്ടാമത്തെ ഭാഗം സംഖ്യാപുസ്തകം 12-ാം അധ്യായം നോക്കിക്കോ. അവിടെ ജനമല്ല മോശയ്ക്കെതിരെ നിന്നത്, അഹരോനും മിര്യാവുമാ മോശയ്ക്കെതിരെ നിന്നത്. ഈ അഹരോനും മിര്യാവുമാരാ? അഹരോൻ ജനത്തിന്റെ പുരോഹിതനാ. മിര്യാമാരാ? അവിടുത്തെ ആരാധന ഗ്രൂപ്പിന്റെ ലീഡറാ. ഇവരാരാ? മോശയുടെ സഹോദരങ്ങളാ. ഇവര് മോശയ്ക്കെതിരെ സംസാരിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാ. ഒന്ന്, യഹോവയായ ദൈവം മോശയോട് മാത്രം സംസാരിക്കുന്നു. 2, മോശയുടെ ഭാര്യ ഒരു 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 ആ സഹോദരിയെ പറ്റി ഈ മിര്യാമ് വല്ലാത്ത മാനസിക പ്രയാസത്തിലായി പിറുപിറുക്കുക. യഹോവയായ ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ഇവര് മോശയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ മോശ തിരിച്ചൊന്നും പ്രതികരിക്കാൻ പോയില്ല. ദൈവമേ, ഇവരെ മടക്കി വരുത്തണേ, ഇവർക്ക് കുറ്റബോധം ഉണ്ടാകണമെന്നൊന്നും മോശ പ്രാർത്ഥിക്കാൻ പോയില്ല. മോശ മിണ്ടാതിരുന്നു. ഞാൻ ഇങ്ങനെ പറയാം, ഇവരെന്തേലും പറയട്ടെ, ഒന്നും കാര്യമാക്കണ്ടെന്ന് ഓർത്ത് മോശ ആ കാര്യം വിട്ടുകളഞ്ഞു. പക്ഷേ എന്റെ ദൈവം ആ പ്രശ്നത്തെ വിട്ടില്ലെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഞാനിനി പറയാൻ വരുന്നതോടെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. യഹോവ എന്താ മോശയോട് പറഞ്ഞു? മോശെ, അഹരോനെയും മിര്യാമിനെയും കൂട്ടി നീ നേരെ എന്റെ ആലയത്തിന് മുമ്പിലേക്ക് വരണം. യഹോവയായ ദൈവം ആലയത്തിന്റെ മുമ്പിൽ തന്റെ തേജസ്സിൽ ഇറങ്ങി വന്നിട്ട് ഇവരോട് സംസാരിക്കുന്ന ഭാഗം സംഖ്യ 12 കിടപ്പുണ്ട്. യഹോവ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ മധ്യേ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് സ്വപ്നത്തിലാ സംസാരിക്കുന്നത്. ഹലോ, നിങ്ങളുടെ മധ്യേ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കുന്നത് സ്വപ്നത്തിലാ. പക്ഷെ എന്റെ ദാസനായ മോശ അങ്ങനല്ല. അവൻ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് കൊണ്ട്, അടുത്ത പദം എന്നെ ചൊടിപ്പിച്ച പദം എന്താണെന്നറിയാമോ? ഞാൻ അവനോട് ഇടപെടുന്നത് സ്വപ്നത്തിലല്ല, ഞാൻ അവനോട് സംസാരിക്കുന്നത് മുഖാമുഖമാണ്. എന്ന് വെച്ചാൽ, ഒരു ആത്മാർത്ഥ സ്നേഹിതൻ എങ്ങനെയാണോ തന്റെ ഉറ്റ സുഹൃത്തിനോട് നേരെ നിന്ന് കാര്യം പറയുന്നത്, അങ്ങനെ സംസാരിക്കുന്ന എന്റെ ദാസനായ മോശ, ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ പോലും എന്റെ ദാസനായ മോശയ്ക്കെതിരെ കുറ്റം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഈ ദൈവദാസനെ, എന്റെ അഭിഷത്തിനെതിരെ സംസാരിക്കാൻ നീ ആരാ അഹരോനെ? നീ ആരാ മിര്യാമേ? നീ പുരോഹിതനായിരിക്കും, നീ ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കും, പക്ഷെ അഭിഷത്തിന്റെ നേരെ വാക്കുയർത്താൻ നിനക്ക് അനുവാദമില്ലെന്ന് എന്റെ ദൈവം പറയുക മാത്രമല്ല, അടിയന്തരമായി തന്റെ ഭക്തനോടുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്വത്തെ വെളിപ്പെടുത്താൻ അവൻ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷേകമുള്ളവരെ, ശുശ്രൂഷയുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ 100 പേരുണ്ടെങ്കിലും നിങ്ങൾ പതറിപ്പോകരുത്. കാരണം നിന്റെ ദൈവം നിന്റെ മേൽ ഉത്തരവാദിത്വമുള്ളവനാ കേട്ടോ. യാമേൻ. പ്രതികരിക്കാൻ നിൽക്കണ്ട, പ്രാർത്ഥിക്കാനിരുന്നു. നാം പോലും അറിയാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞോ. എന്റെ പ്രതിസന്ധികളെ നോക്കി ഭാരപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പ്രതികൂലത്തെക്കാളും വലിയവനായ ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. അവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ തകരില്ലെന്ന് ഉറപ്പോടെ പറയുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ മോശ പ്രതികരിച്ചില്ലെങ്കിലും മോശയ്ക്ക് വേണ്ടി അടിയന്തരമായി എന്റെ ദൈവം ഇടപെടുക. അടുത്തൊരു ആശയം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ഇതും സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലാണ്. അവിടെ കോരഹ്, നാദാം, അബീരാം, ഈ 3 പേരും മോശയ്ക്കെതിരെ സംസാരിക്കുക. നേരത്തെ ഒരു കൂട്ടം ജനമായിരുന്നെങ്കിൽ, രണ്ടാമത് കുടുംബക്കാരായിരുന്നെങ്കിൽ, ഇപ്പൊ ചില ആൾക്കാർ മാത്രം സംസാരിക്കുന്നേ. ഇവരെന്നാ പറഞ്ഞേ? മോശ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നാളെ യഹോവ വലിയ ചെയ്യാൻ പോവുക. ഈ ആശാമാര് വന്ന് പറഞ്ഞത് എന്താ? താൻ കൂടുതലൊന്നും പ്രസംഗിക്കാൻ പറയണ്ട, ഞങ്ങളെല്ലാവരും വിശുദ്ധിയുള്ളവരാ, എപ്പോ നോക്കിയാലും വിശുദ്ധിയുടെ കാര്യമാണല്ലോ പറയുന്നത് എന്ന് വേണ്ട. മോശയ്ക്കെതിരെ പിന്നെ സംസാരിച്ചു. മോശ ഇവിടെയും പ്രതികരിച്ചില്ല. യഹോവ എന്താ പറഞ്ഞത്? ഈ കുറ്റം പറഞ്ഞവരെ എല്ലാം നാളെ കൂട്ടി അവിടെ നിന്നു, അവരുടെ അറ്റത്തുനിന്ന് എല്ലാവരോടും മാറിക്കോളാൻ പറഞ്ഞു. ദൈവം തമ്പുരാൻ എവിടാപ്പെടാൻ പോവാന്ന് അവിടെ പറഞ്ഞത്. സംഭവിച്ചത് എന്നാന്നറിയാമോ? പിറ്റേന്ന് യഹോവയായ ദൈവം തനിക്കെതിരെ സംസാരിച്ച ഈ 3 പേരുടെ കുലങ്ങളെയും ഈ ചരിത്രത്തിൽ ഇന്ന് വരെ ശിക്ഷിച്ചിട്ടില്ലാത്തതുപോലെ എന്റെ ദൈവം ശിക്ഷിച്ച്
തന്റെ ഭക്തനോടുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, ക്രിസ്ത്യാനികൾക്ക് നേരെ പീഡനങ്ങൾ അഴിച്ചുവിടുന്ന, ദൈവസഭകളെ തകർക്കുന്ന, ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്ന ഏത് വലിയ ഭരണശക്തികൾ ഉയർന്നാലും തന്റെ ദാസന്മാരോട്, തന്റെ ജനത്തോട്, തന്റെ സഭയോട് ഉത്തരവാദിത്തമുള്ള ഒരു ദൈവമുണ്ടെന്ന് അവൻ തെളിയിക്കുന്ന സമയമുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറഞ്ഞ ഒരു ഉണർവിന് വേണ്ടി, ദൈവമേ നിന്റെ മഹത്വത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി ഞങ്ങളെ പ്രയോജനപ്പെടുത്താൻ, ഞങ്ങളുടെ മേൽ ഒരു പ്രത്യേക അധികാരത്തെ തരാൻ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ കൃപ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ. ഉത്തരവാദിത്തം പറയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഭാരപ്പെട്ടു പോകരുത്, ആശങ്കകൾ വേണ്ട, ആകുലതകൾ വേണ്ട. അഭിഷേകം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ആത്മയുദ്ധം നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ദൈവം അടിയന്തരമായി ഇടപെട്ട ഒരു ദൈവദാസന് പാപബോധം ഉണ്ടാവും? ഹലോ, ഇങ്ങനെ ദൈവം ഇടപെട്ട ഒരു മനുഷ്യന് പാപബോധം ഉണ്ടാവും? ഉണ്ടായി എന്നുള്ളത് ഏറ്റവും വലിയ സത്യം. ഹല്ലേലൂയ. ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞു വരാം. നമുക്കറിയാം, ഈ ആദാമിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് എഴുതി വന്നത് ആരാ? മോശയെ എഴുതിയത്. മോശ ഈ ഭാഗങ്ങളൊക്കെ എഴുതുമ്പോൾ ഈ മരണം എന്ന യാഥാർത്ഥ്യം എന്താണെന്ന് മോശയ്ക്ക് അറിയില്ല. അത് മോശ മനസ്സിലാക്കിയത് അഹരോന്റെ മരണത്തിലൂടെയാണ്. അഹരോന്റെ മരണം എത്രമാത്രം വേദന ഉള്ളതായിരുന്നു എന്ന് മോശയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഈ മോശ തന്റെ വിഷമത്തിൽ ഇരുന്ന് ചിന്തിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന് മനസ്സിലായത് ഇങ്ങനെ, ദൈവമേ, മനുഷ്യൻ പാപി ആയതുകൊണ്ടല്ലേ മരിച്ചത്? അവൻ പാപി അല്ലായിരുന്നെങ്കിൽ ഈ മരണത്തിന് കീഴടങ്ങില്ലായിരുന്നല്ലോ എന്ന ചിന്ത ഈ മോശയുടെ ഉള്ളത്തിലേക്ക് വന്നപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അഹരോൻ മാത്രമല്ല പാപി, ഈ പറയുന്ന ഞാനും പാപിയാണ്. അതുകൊണ്ടാ മോശ 90:8 ഇങ്ങനെ പറയുന്നത്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. റോമാലേഖനം 8 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. അടുത്തത്, പാപത്തിന്റെ ജഡത്തിൽ അവൻ ശിക്ഷ വിധിക്കുകയാണ്. അടുത്ത വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, 1 പത്രോസ് 2:24. അറിയാവുന്നവരൊന്ന് ചേർന്ന് പറഞ്ഞേ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അടുത്ത വാക്യം, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ന്യായപ്രമാണത്താൽ കഴിയാതിരുന്നതായിരുന്നു നമ്മുടെ പാപമോചനം എന്നത്. പക്ഷെ നമ്മുടെ പാപമോചനം, നമ്മുടെ അകൃത്യം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയ സാഹചര്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി, ആ സ്നേഹത്തിലേക്ക് നമ്മളെ മടക്കി വരുത്താൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി കുലക്കളത്തിൽ നമുക്ക് പകരക്കാരനായി യാഗമാക്കി തീർക്കാൻ പിതാവായ ദൈവം കഴിഞ്ഞ കാല നിത്യതയിലെ നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ ഫലമായിരുന്നു ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന 24 പേരും എന്ന് ഞാൻ പറയുമ്പോൾ എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? കർത്താവേ, അങ്ങ് തന്ന രക്ഷയ്ക്കായി, അങ്ങ് തന്ന പാപമോചനത്തിനായി, എനിക്ക് തന്ന വീണ്ടെടുപ്പിനായി ഞാൻ ഇന്ന് രാത്രി നന്ദി പറയുന്നെന്ന് പറയാൻ കഴിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് കർത്താവിന്റെ ക്രൂശിനെ പറ്റി പറയാതെ പോയാൽ അത് നന്ദികേടാവും. ക്രൂശിനെ പറ്റി നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാനെന്നാൽ ആ ക്രൂശീകരണത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നമുക്കറിയാമല്ലോ, ഈ ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന ഭാഗം എത്രയോ ഭയാനകരമായിരുന്നു, ഭീതിജനകമായിരുന്നു. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തതിനേക്കാൾ അതിക്രൂരമായിരുന്നു ക്രൂശീകരണം എന്നത്. ക്രൂശിക്കപ്പെടാനായി വിധിക്കപ്പെടുന്ന മനുഷ്യനെ ഉണ്ടല്ലോ, അന്നത്തെ റോമൻ ഭരണകൂടത്തിന്റെ അധികാരത്തിൽപ്പെടുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് അപ്പോത്തിക്കിരി എന്ന, ആ അപ്പോത്തിക്കിരി വന്ന് അദ്ദേഹത്തെ പരിശോധിക്കും. അദ്ദേഹത്തിന്റെ കയ്യില്, അദ്ദേഹത്തിന്റെ കാലിലെ ഞരമ്പ് കെട്ടുകൾ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ ഹൃദയസ്പന്ദനം ഉൾപ്പെടെ സകലതും ആ മനുഷ്യൻ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് ഈ ക്രൂശിക്കപ്പെടാനായി വിധിക്കപ്പെട്ട മനുഷ്യൻ, ആ ക്രൂശീകരണത്തിന് അദ്ദേഹത്തിന് യാതൊരു തടസ്സവുമില്ല, അനാരോഗ്യങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് നൽകും. നിങ്ങൾക്കറിയാമോ, നമ്മൾ കണ്ടിരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ യേശുവിന്റെ കയ്യിൽ ആണി അടിച്ചിരിക്കുന്നത് ഈ ഇവിടെയാണ്. പക്ഷേ റോമൻ ശിക്ഷാരീതിയിൽ
ഈ ക്രൂശിക്കപ്പെടാൻ പോകുന്ന മനുഷ്യന്റെ കയ്യിൽ ആണിയടിക്കുന്നത് ഇവിടെയല്ല, ദാ ഇവിടെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ ഒരുപാട് സങ്കീർണമായ ഞരമ്പുകെട്ടുകളുണ്ട്. ഇവിടെ ആണിയടിച്ചാൽ അത് ശരീരത്തെ മുഴുവനും ബാധിക്കും. അങ്ങനെ ഇവിടുത്തെ ഞരമ്പുകെട്ടുകളൊക്കെ അവർ നോക്കിയിട്ട് ഇവിടെ കറുത്ത മഷി കൊണ്ടൊരു പാടിടും. എന്നിട്ട് ഈ ക്രൂശീകരിക്കാനായി പോകുന്ന മനുഷ്യനെ വലിയ ഭാരമേറിയ മരക്കുരിശ് ചുമപ്പിച്ച് ദീർഘദൂരം നടപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു, ഗോൽഗോഥയിലേക്ക് യേശുവിനെ കൊണ്ടുവരിക. അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ആ ക്രൂശിന്റെ മേളിലേക്ക് ഈ യേശുവിനെ അവർ എടുത്തു കിടത്തുകയാണ്. തനിക്ക് നേരെ ആരോപിക്കപ്പെട്ട കുറ്റപത്രമോട് വായിച്ച്, ശിക്ഷ എന്താണെന്ന് വായിച്ച്, ഇന്നേ ദിവസം നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു എന്ന് പരസ്യമായ ഒരു വിളംബരം ചെയ്യുകയാണ്. അങ്ങനെ വിളംബരം ചെയ്തു കഴിഞ്ഞ ശേഷം കയറ് കെട്ടി കയ്യ് ഈ ആണിപ്പഴുതിലേക്ക് അവർ ചേർത്ത് വെക്കുകയാണ്. അതിനുശേഷം അവിടുത്തെ പടയാളികൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ആണിയാണ്, ചതുരമാണ് ആണിയുടെ, ചതുര വടിവുള്ള ആണിയാണ്. അതിന് മേളിവശം ഉരുണ്ടിരിക്കും, താഴേക്കുള്ള ഭാഗം ചതുരത്തിലായിരിക്കുന്നത്. ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ ക്രൂശിലെ ആണിയടിക്കുന്ന ഭാഗത്തേക്ക് ഇദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ മഷി കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഈ ആണി ഞെക്കി ഇറക്കുക ചെയ്യുന്നത്. ഞെക്കി ഇറക്കിയിട്ട് പരമാവധി രക്തം ഇവർ ഒഴുക്കിക്കളയും. എന്തിനാ ഇങ്ങനെ പരമാവധി രക്തം ഒഴുക്കിക്കളയുന്നത്? ഈ മനുഷ്യൻ അബോധാവസ്ഥയിലാകണം. അങ്ങനെ പരമാവധി രക്തം ഒഴുക്കിക്കളഞ്ഞിട്ട് ഈ ചതുരവടുവുള്ള ആണി ഒന്ന് തിരിച്ചത് ലോക്കാക്കി വെച്ചിട്ട് ആ ചുറ്റിക കൊണ്ട് അടിച്ചിറക്കും. അങ്ങനെ കൈകാലുകൾ ആണിയാൽ തറയ്ക്കപ്പെടുകയാണ്. ഈ ക്രൂശ് അവിടെ വെട്ടിയിരിക്കുന്ന ഒരു കുഴിയിലേക്ക് അവർ വലിച്ചിടുകയാണ് ചെയ്യുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാ: ഒരു മനുഷ്യനെ എങ്ങനെയാണോ ജീവനോടെ തന്റെ ശരീരത്തിന്റെ ഭാഗം 2 വട്ടം അറുക്കുന്നത്, അതിന് തുല്യമാണ് ഒരു വട്ടം അവനെ ആ കുഴിയിലേക്ക് എടുത്തിടുമ്പോൾ ഉണ്ടാകുന്ന വേദന. നിങ്ങൾക്കറിയാമോ, കാല് ഒരു ചെറിയൊരു പലകയുടെ മേളിൽ എങ്ങനെ വെച്ചേക്കുന്നത്? ആ പലകയിൽ ചവിട്ടി വേണം ക്രൂശി കിടക്കുന്നയാള് ശ്വാസം എടുക്കാനായിട്ട്. അതുകൊണ്ടാണല്ലോ പ്രവചന പുസ്തകത്തിൽ പറയുന്നത്, അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകാൻ എന്റെ ദൈവം സമ്മതിച്ചില്ലെന്ന്. അവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ഈ ക്രൂശിൽ കിടക്കുന്നയാൾ 7 ദിവസം വരെ ഇങ്ങനെ തീരാ വേദന സഹിച്ച് കിടക്കുന്നതായി ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അവരെങ്ങനെ വേദന അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് കയ്പ് കലങ്ങിയ വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുന്നത്. അന്നത്തെ കാലത്ത് മനുഷ്യത്വമുള്ള ചില സഹോദരിമാര് ചെയ്യുന്നത്, ഇങ്ങനെ നരകയാതന കഴിക്കേണ്ട, അബോധാവസ്ഥയിലായിക്കോ, അങ്ങനെ വേദന അറിയാതെ മരിച്ചോ, അതുകൊണ്ടാണ് അവർ ആ വീഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ യേശു കർത്താവിനെ വീഞ്ഞു കൊടുത്തപ്പോഴുണ്ടല്ലോ, കർത്താവ് അത് രുചിച്ചു നോക്കാൻ പോലും മനസ്സ് വെച്ചില്ല. അങ്ങനെ കർത്താവ് രുചിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരു പ്രവചനത്തിന്റെ നിവർത്തി അവിടെ നടക്കില്ലായിരുന്നു. എന്താ പ്രവചനത്തിന്റെ നിവർത്തി? നമ്മുടെ രക്ഷാനായകനെ കഷ്ടങ്ങളിൽ തികഞ്ഞവനാക്കണമെന്നുള്ള ദൈവത്തിന്റെ തിരിഹിതമുണ്ടല്ലോ, അവിടെ നിവർത്തീകരിക്കാതെ പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ക്രൂശിൽ കിടക്കുന്ന ആ മനുഷ്യനെ ഭൂമിയിൽ ഇറക്കി കിടത്താൻ അവർക്ക് നിയമമില്ല. കാരണം ഭൂമി അവർക്ക് ദൈവമാണ്. വെള്ളത്തിൽ ഒഴുക്കാൻ അവർക്ക് നിയമമില്ല. ജലത്തെ അവർ ആരാധിക്കുന്നതാണ്. തീയിൽ ചുട്ടുകളയാനായിട്ടുള്ള നിയമം അവർക്കില്ല. കാരണം അഗ്നി അവർക്ക് ദേവനാണ്. ചുരുക്കം പറഞ്ഞാൽ, ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ 7 ദിവസം അങ്ങനെ കിടക്കുന്ന ചരിത്രം എഴുതിയിട്ടുണ്ട്. കാക്കകൾ വന്ന് കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നത്, കടുകന്മാർ വന്ന് വയറുകൾ കുത്തിപ്പൊട്ടിച്ച് ആന്തരിക അവയവങ്ങൾ മുഴുവനും പുറത്ത് കളയുന്ന ഭീകരമായ കാഴ്ച റോമൻ ശിക്ഷാ നിയമങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ചരിത്ര നിയമങ്ങളെ മുഴുവനും മാറ്റി എഴുതുന്നതായിരുന്നു നമ്മുടെ ഉലകനായകന്റെ ക്രൂശുമരണം എന്നുള്ളത്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, പതിവിലും നേരത്തെ അവൻ മരിച്ചുപോയെന്ന് പടയാളി സേനാധിപൻ കണ്ടപ്പോൾ അരിമത്തയിലെ യോസഫും നഥനയേൽ ഉൾപ്പെടെയുള്ള രഹസ്യ സഹോദരന്മാർ, ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരത്തെ ക്രൂശിൽ നിന്ന് താഴെ ഇറക്കി. ഇന്ന് രാത്രി ഞാനൊരു ദൂതിങ്ങനെ പറയാം: എന്റെ കർത്താവിന്റെ മരണം കേവലം പാപപരിഹാരത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. സകല ചരിത്രങ്ങളെയും മാറ്റി എഴുതി, പ്രതികൂലമായിരുന്ന മേലെഴുത്തുകളെ മാറ്റി എഴുതി നമ്മെ അനുകൂലരാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയായിരുന്നെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറഞ്ഞു, ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന വേദന, ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന തീരാ ദുഃഖങ്ങളെ എനിക്ക് പകരക്കാരനായി ഒരുവൻ ക്രൂശിൽ സഹിക്കുകയായിരുന്നു. നിങ്ങൾ ആ തലയിലേക്ക് നോക്കിക്കേ, അവിടെ മുൾക്കിരീടം അടിച്ചിറക്കിയിട്ടുണ്ട്. കൈകാലുകളിലേക്ക് നോക്കിക്കേ, ആണികൾ അവിടെ തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിലേക്ക് നോക്കിക്കേ, അടിച്ച ഒരു പരുവമാക്കി, കണ്ടാൽ ആളല്ല എന്നറിയാത്ത ഒരു രൂപത്തിലേക്ക് കർത്താവ് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ചരിത്രകാരന്മാരിങ്ങനെ പറയുന്നത്, വേണ്ട രീതിയിൽ ശ്വാസം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ എത്ര സുന്ദരനായ മനുഷ്യനാണെങ്കിലും കറുത്ത് കരിക്കട്ട പോലെ ആയി പോകും. യെശയ്യാവ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാ, കണ്ടാൽ ആളല്ല
എന്ന് തോന്നുമാറ് അവൻ വിരൂപനാക്കപ്പെട്ടു. ഞാൻ ഈ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്തിനാ അങ്ങ് മുൾക്കിരീടം വെച്ചത്? എന്തിനാ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടത്? എന്തിനാ മാറ് അവ കുത്തി തുളയ്ക്കാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തത്? യേശു കർത്താവ് പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? കുഞ്ഞേ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. നീ നിന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് വിരോധമായി പലതും ചിന്തിച്ചില്ലേ? അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ എന്റെ തലയെ മുൾക്കിരീടത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ കൈകൾ കൊണ്ട് പല പാപപ്രവർത്തികളും നീ ചെയ്തില്ലേ? അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്റെ കരങ്ങൾ ഞാൻ നിനക്കായി ഏൽപ്പിച്ചു തന്നു. നീ എനിക്കിഷ്ടമില്ലാത്ത പല വഴികളിലൂടെ എന്നെ വിട്ട് നീ ദൂരത്തോട്ട് മാറിപ്പോയില്ലേ? അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്റെ കാലുകൾ ഞാൻ കുത്തി തുളയ്ക്കാനായി ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ ഹൃദയത്തിൽ, നിന്റെ മനസ്സിൽ എനിക്ക് വിരോധമായി പലതും ചിന്തിച്ച് നീ എന്നെ ദുഃഖിപ്പിച്ചില്ലേ? അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ എന്റെ വിലാപ്പുറം നിനക്കായി ഏൽപ്പിച്ചു തന്നു. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറയുക, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പ്രത്യക്ഷനായത് എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിരുന്നു. എന്നെ വീണ്ടെടുക്കാനായിട്ടാണ്. പിശാചിന്റെ പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാനാണ് ഉലകനായകൻ എനിക്ക് വേണ്ടി മരിച്ചതെന്നോർത്ത് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്രൂശീകരണം ആകസ്മികമായി സംഭവിച്ചതല്ല. അത് ദൈവത്തിന്റെ മുൻകാല നിർണയത്തിൽ ഉണ്ടായിരുന്നത്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും ഈ ഭൂമിക്ക്, പ്രപഞ്ചത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ പിതാവായ ദൈവം തന്റെ തിരുഹൃദയത്തിൽ കണ്ടതുകൊണ്ടാണ് പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് തരാൻ പിതാവിന്റെ തിരുഹിതമുണ്ടായത്. ഇതിനകത്ത് സ്തോത്രം ചെയ്തു പറഞ്ഞു, എന്റെ മകന് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാ. പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ യേശു കർത്താവിനെ പറ്റി എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുവിനെ നമുക്ക് വേണ്ടി തരാൻ പിതാവായ ദൈവം എന്നോട് കൃപയുണ്ടായി. അർത്ഥം, ഞാൻ പ്രയോജനമില്ലാത്തവനാണെന്ന്, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണെന്ന് എന്റെ പിതാവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്ത് പറയാം, എന്റെ പാപത്തിന്റെ മോചനത്തിനായി, എന്നെ വീണ്ടെടുക്കേണ്ടതിനായി എന്റെ പ്രാണപ്രിയൻ ഒരു ശാപവസ്തുവായ ക്രൂശിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒറ്റ കാര്യോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ മൂന്നാമത്തെ നിവർത്തീകരണം പിശാചിന്റെ തലയെ തകർക്കുക എന്നുള്ളതായിരുന്നു. പിശാചിന് തല തകർക്കുക. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നമ്മൾ മുഴങ്ങിക്കേട്ട ഒരു വലിയ ശബ്ദമായിരുന്നു, സ്ത്രീയുടെ സന്തതിയായി വരുന്നവൻ സർപ്പത്തിന് തല തകർക്കുമെന്നുള്ളത്. അതിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപമാണ് ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നടന്നത്. ഒരു വിശുദ്ധ പ്രജ ഈ ഭൂമിയിൽ ജനിക്കാതിരിക്കാൻ പിശാച് അവന്റെ ആവനാഴിയിലെ സകല ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ പ്രജ വരുന്നത് ഒരു വിശുദ്ധ കുടുംബത്തിൽ നിന്നാണെന്ന്. അവന്റെ നോട്ടമെല്ലാം വിശുദ്ധ കുടുംബങ്ങളിലേക്കായി. അവൻ അവരെയെല്ലാം പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതയുണ്ടായി. എന്നാൽ എന്റെ ദൈവം ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ? അവൻ ഇങ്ങനെ വിശുദ്ധരായ പല ആൾക്കാരിലേക്കും ലക്ഷ്യമിട്ടപ്പോൾ എന്റെ ദൈവം ചെയ്തത്, അവന്റെ കണ്ണിൽ നിന്നൊരു കന്യകയെ ദൈവം മാറ്റി നിർത്തി. ഉലകത്തിൽ ഒരു മനുഷ്യനും വിചാരിക്കാത്ത രീതിയിൽ ഒരു കന്യകയിലൂടെ കർത്താവിന് ജനനം നൽകാൻ എന്റെ പിതാവിന് തിരഹിതമുണ്ടായെങ്കിൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് നേരെ ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, പിശാചേ നീ എത്ര കാലം അതിനെ മുടക്കാൻ ശ്രമിച്ചാലും നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു വഴി എന്റെ ദൈവം ഒരുക്കിയിരിക്കും. എല്ലാ കാലത്തും അങ്ങനൊന്ന് ദൈവത്തിനുണ്ട് കേട്ടോ. അതിന്റെ പരിണിത ഫലമാണ് ഒരു വിശുദ്ധ പ്രജയെ ദൈവം നമുക്ക് വേണ്ടി തന്നത്. ആ വിശുദ്ധ പ്രജയിലൂടെ പിശാചിന്റെ തലയെ, അവന്റെ ആധിപത്യത്തെ, അവന്റെ അജണ്ടകളെ, ന്യായപ്രമാണത്തിന്റെ ബന്ധനങ്ങളെ എന്നേക്കുമായി ക്രൂശിൽ കർത്താവ് തകർത്തത്. ഹല്ലേലൂയ. സ്തോത്രം. കൊലോസ്യ ലേഖനം 2:14-15 ഇങ്ങനെ പറയുന്നു, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കി. അടുത്ത വാക്യം നിങ്ങൾ കേട്ടോ, വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. അടുത്തത്, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യകോലമാക്കി. അർത്ഥാൽ നമ്മളെ പരസ്യകോലമാക്കാനായി പിശാച് നിർണയിച്ച സകല നിർണയങ്ങളെയും നമ്മളൊന്നും ചെയ്യാതെ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി സാധ്യമാക്കി തന്നു. അർത്ഥം, ക്രിസ്തുവിന്റെ
ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും പാപത്തിന്റെ ശമ്പളമായ മരണത്തെയും നരകത്തെയും നീക്കി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് എന്റെ സമയം ഇവിടെ തീരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിലൂടെ 3 പ്രധാന കാര്യങ്ങൾ നടന്നു. 1, പ്രവചനങ്ങൾക്ക് നിവർത്തി വന്നു. 2, പാപത്തിന് പരിഹാരം വന്നു. 3, പിശാചിന്റെ തലയെ അവൻ എന്നേക്കുമായി തകർത്തു. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി എന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളാരും അടിമനുഖത്തിന് കീഴിലല്ല. നമ്മളാരും പിശാചിന്റെ ഏജന്റുമാരല്ല. അവന്റെ എല്ലാ പദ്ധതികളെയും യേശു തന്റെ ക്രൂശിൽ മരിച്ചു, ക്രൂശിൽ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് യേശുവിന്റെ രക്തത്തിന് ഇന്നും വലിയ ശക്തിയുള്ളത്. അതുകൊണ്ടാണ് യേശുവിന്റെ ക്രൂശിന് ഇന്നും അനേകായിരങ്ങളെ വിടുവിക്കാൻ കരുത്തുള്ളത്. അതുകൊണ്ടാണ് ആയിരങ്ങളെ, 10,000-ങ്ങളെ അനേക ക്രിസ്തീയ വിരോധികൾ വെട്ടിവീഴ്ത്തിയിട്ടും ആവേശത്തോടെ നമ്മളതിനെ പ്രസംഗിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ലെന്ന് പറയാൻ കാരണം, നമ്മളെ വിടുവിച്ചവനായ ദൈവം ഇന്നും പലരെയും വിടുവിക്കാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? പ്രത്യാശയുള്ളവർ കണ്ണുകളെ ഒന്ന് അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മുമ്പാകെ ഈ സമയത്ത് അടുത്ത് വരുന്നു. കർത്താവെ, ക്രൂശിലൂടെ അങ്ങ് ഞങ്ങൾക്ക് സാധ്യമാക്കിയ ആ വലിയ ഭാഗ്യത്തിന്റെ മഹത്വം എന്താണെന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കാൻ അങ്ങ് അവസരങ്ങളെ തന്നല്ലോ. ഹല്ലേലൂയ. സമ്പൂർണ്ണ പാപപരിഹാരത്തിന് വേണ്ടി, പ്രവചനങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി കർത്താവെ, പിശാചിന്റെ തലയെ തകർക്കാൻ ഒന്നാമത്തെ പ്രത്യക്ഷതയിലൂടെ അങ്ങ് സാധ്യമാക്കിയ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായെങ്കിൽ, പ്രിയപ്പെട്ട കർത്താവെ, ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി ആ ക്രൂശിന് മുമ്പാകെ സമർപ്പിക്കുന്നു. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആയിരിക്കുന്നത് ക്രിസ്തുവിന്റെ കൃപയാലാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയുന്നില്ല. കർത്താവ്, ഞങ്ങൾക്ക് പുകഴാനോ ഞങ്ങൾക്ക് പ്രശംസിക്കാനോ ഒന്നുമില്ല ദൈവമേ, ഞങ്ങളൊന്നുമില്ല. എല്ലാം അങ്ങയുടെ ക്രൂശിലൂടെ തന്നതാണ്, എല്ലാം അങ്ങയുടെ കൃപയാണ്. ഇന്ന് രാത്രി കർത്താവ്, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകൃപയിൽ ഏൽപ്പിച്ച് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കോഡേഴ്സ് ലവ് ഇന്റർനാഷണൽ ഈ ഓൺലൈൻ ഫെലോഷിപ്പിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഡെന്നിസ് ബ്രദറിനെ, സിസ്റ്ററെ, ആ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ സമയം കർത്താവെ, ഞങ്ങളുടെ ദാസനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ ആത്മീയമായ ഭൗതികമായ മേഖലകളിൽ കൈത്താങ്ങുന്ന വരുന്ന സകല പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവെ, അനേക ദൈവദാസന്മാർ, അനേക ദൈവമക്കൾക്ക് ഈ പ്ലാറ്റ്ഫോം ഒരു അനുഗ്രഹമായിരുന്നത് പോലെ തന്നെ ഇനിയും കർത്താവെ, അനേകാര്യങ്ങൾക്ക് അത് പ്രയോജനമായി മാറാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കൂടി എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. ഏഴായവനും ഇന്ന് രാത്രി തന്നെ നല്ല ഈ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, മുഴുവൻ മഹത്വവും അങ്ങയ്ക്ക് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. മഹത്വത്തിന് യോഗ്യനായ ദൈവമേ, സകല പുകഴ്ചയ്ക്ക് യോഗ്യനായ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. വീണ്ടും ഇങ്ങനെ ഒരു അവസരം കൂടെ തന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ.